നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. അപ്പം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴൻ ലഗ്നാൽ നിവർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ലഗ്നാധിപതി മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ നിപുണായോഗമുണ്ട്. സേനാ നായകത്വമാണ് പറയുന്നത്. നേതൃത്വ സ്ഥാനത്ത് എത്തിച്ചേരാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് PSC ഒക്കെ എഴുതിയിരിക്കുന്നവരെ സംബന്ധിച്ച് നിയമനം കിട്ടാനായിട്ട് യോഗമുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത്. വീട് വിട്ട് നിൽക്കാൻ ഇടവരാൻ സാധ്യതയുണ്ട്. 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കണ്ടകശനിയുടെ ഒരു ദോഷം കൂടി ആയത് കാരണം കൊണ്ട് കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ ഭൗതിക സുഖത്തെയും തരികയും നമ്മൾ ആഗ്രഹം വർദ്ധിക്കുകയും അതനുസരിച്ച് ആ സുഖം ഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. പക്ഷേ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ കേതുവിനോട് യോഗം ചെയ്തായത് കാരണം കൊണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ലഗ്നത്തിൻ്റെ സഹായസ്ഥാനത്ത് രാഹുവാണ്. സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ പെരുമാറ്റം ചിലപ്പം കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തറവാട് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളൊരു സമയമായിട്ട് തന്നെ വേണം കരുതാനായിട്ട്. എന്നാൽ കാൽമുട്ടിന് മുകളിലേക്കുള്ള ഭാഗത്തുള്ള വേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന പോലെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ശത്രുസ്ഥാനത്ത് 6ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ 6ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അതും ഭാഗ്യാധിപതിയാണ്. ഭാഗ്യാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത്, നിപുണായോഗം ചെയ്തിട്ട്. അപ്പം നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. സഹായികളും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇങ്ങനെയുള്ളവരുടെ ഭാഗത്തുനിന്നും ഉള്ള മാനസികമായിട്ടുള്ള അകൽച്ച, ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ചും 4ാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് അഷ്ടമത്തിലേക്ക് പോയത് കാരണം ധർമ്മദൈവകോപം പോലെയുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാവുകയും കുടുംബത്തിൽ സ്വസ്ഥതക്കുറവുണ്ടാകുകയും ചെയ്യും. അപ്പോൾ അത് കാരണം വീട് വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾ, അല്ലെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ കലഹ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ട് പ്രത്യേകമായിട്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. 4ാം ഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനാണ്. അപ്പോൾ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കർമാധിപതി ആയത് കാരണം കൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയൊരു ദോഷമില്ല. പിന്നെ ലഗ്നാധിപതി നിൽക്കുന്നത് ചന്ദ്രലഗ്നാധിപതി ശനിയാണല്ലോ. അപ്പോൾ ആ ശനി നിൽക്കുന്ന മീനൻ രാശിയിൽ ജലചര ധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തായത് കാരണം കടൽ കടന്നു പോകാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ വീട് മോടി പിടിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങളോടൊക്കെ ശ്രദ്ധ ഉണ്ടാകുന്ന ഒരു സമയം ആയിട്ട് വേണം കരുതാനായിട്ട്. പക്ഷേ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നല്ലത് പറഞ്ഞാലും അത് അപ്രിയമായിട്ട് മറ്റുള്ളവർക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത് വ്യാഴപ്പഴവിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ നാഗപൂജ ചെയ്യണം. അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയായത് കാരണമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന വഴിപാടൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ട്. വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.